ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 7th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാരലൽ ലൈൻസിനെ പറ്റി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയയും കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സിമ്പിളായിരിക്കും. അപ്പം നിങ്ങൾ 5ാം ക്ലാസ് തൊട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ പ്രോപ്പർട്ടീസും കുറേ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. അങ്ങനെ ചാപ്റ്റർ മൊത്തം നമുക്ക് കവർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് പാരലൽ ലൈൻസ് എന്തുവാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. പാരലൽ ലൈൻ എന്തുവാടാ? 2 ലൈൻ ഇങ്ങനെ വരുമ്പോൾ ഈ 2 ലൈനിൻ്റെയും എന്തായിരിക്കും ഡിസ്റ്റൻസ് എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് 5 സെൻറ്റിമീറ്റർ ആണ്. ഈ ലൈൻ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാലും അത് എന്ത് തന്നെ ആയിരിക്കും, ഇവിടെയും അത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി പാരലൽ ലൈൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടത്തുമില്ല, അല്ലേ? സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. അപ്പോൾ പാരലൽ ലൈൻസ് നെവർ മീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലൽ ലൈൻസിന് എക്സാമ്പിൾ പറയുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? നമ്മുടെ റെയിൽവേ പാളം, അല്ലേ? പാളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതുപോലെ തന്നെ നമ്മുടെ ലൈൻ കമ്പീസ്, അല്ലേ? കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം പാരലൽ ലൈൻസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. പാരലൽ ലൈൻസിൽ നമുക്ക് ഒരു 2 പാരലൽ ലൈൻ ഞാൻ വരയ്ക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇത് 2 പാരലൽ ലൈൻ ആണെങ്കിൽ ഇങ്ങനൊരു ലൈൻ ഇതിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ. അപ്പോൾ 2 പാരലൽ ലൈൻ അല്ല, 2 ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ കടന്നു പോകാൻ നേരത്തെ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. അപ്പം ഈ പാരലൽ ലൈനിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ കടന്നു പോയി, അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ട്രാൻസ്വേഴ്സൽ. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ഞാനിങ്ങനെ വരയ്ക്കുവാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു ലൈൻ പോവുക. ഓക്കെ, അതിൻ്റെ 2 സ്ട്രെയിറ്റ് ലൈൻ ഞാനിങ്ങനെ വരച്ചെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഇവിടെയും കിട്ടി. ഓക്കെ, ഞാൻ ഈ ഒരു ആംഗിൾ 120 ആണെന്ന് പറയും. സോ ഈ ഒരു ആംഗിൾ 120 ആണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള ആംഗിൾ ഏതൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. സോ നോക്കിയേ, ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ 180ൽ നിന്ന് 120 മൈനസ് ചെയ്തായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. സോ 180ൽ നിന്ന് 120 മൈനസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടിയായിരുന്നു? നമുക്ക് 60 ഒക്കെ കിട്ടി. അങ്ങനെ ഇത് 60 ആണെന്ന് നമ്മൾ പഠിച്ചു. സോ ഇതിനെ പറയുന്ന പേര് നമ്മൾ എന്തിനാണ് 180ൽ നിന്ന് മൈനസ് ചെയ്തേ? ഇതിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ. ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നത് എന്തുമായിരുന്നു? ലീനിയർ പെയർ എന്നായിരുന്നു. ലീനിയർ പെയർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റീസണിങ് എഴുതുമായിരുന്നു, അല്ലേ? ലീനിയർ പെയർ. സോ ഫസ്റ്റ് കാര്യം ലീനിയർ പെയർ ആണ്. സോ ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിനകത്തെ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചുമ്മാ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കും. നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ മതി. ആ പ്രൊട്രാക്ടറിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് 2 അറ്റത്തും 180 ആണല്ലേ പറയുന്നത്? എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ലൈൻ ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ ആ കിട്ടുന്ന 2 ആംഗിളില്ലേ, അതിൻ്റെ 2ൻ്റെ സമ്മ് സപ്ലിമെൻ്ററി ആയിരിക്കും. സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ എന്തുവാ? സപ്ലിമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ SUPPLEMENTARY, സപ്ലിമെൻ്ററി ആംഗിൾസ്. ഇതൊരു ടേമാണ്. നിങ്ങൾ ഈ ടേംസ് എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ഉള്ള ആംഗിൾസിനാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലൈനിൽ 2 ആംഗിൾസ് കിട്ടി. ആ 2 ആംഗിൾസും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തുമായിരിക്കും? ആ 2 ആംഗിളും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം എന്ന് പറയുന്നത് 180 ആണ്. അങ്ങനെ സപ്ലിമെൻ്ററി ആംഗിൾ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? ലീനിയർ പെയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെയർ ഓഫ് 2 അഡ്ജസൻ്റ് ആംഗിൾസിനെ നമുക്ക് എന്ത് പറയാം? ലീനിയർ പെയർ എന്ന് വിളിക്കാം. സോ അത് വെച്ചിട്ടാണ് നമുക്കിവിടെ 60 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 60 ആയിരിക്കും. ഇവിടെ വരുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 120 ആയിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 120, അല്ലെ? ഇവിടെ 60, അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വൈ? നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ റീസൺ നമ്മൾ അതായിരുന്നു കഴിഞ്ഞ വർഷം എഴുതിയിരുന്നത്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്തുവാ? ഈക്വൽ ആണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ.
ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അങ്ങനെ ഈ ഒരു ടേം നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു സംഭവം തന്നെ, ഈ ഒരു ഫിഗർ തന്നെ, നമ്മൾ ഇത്രയും വരച്ച ലൈനിൽ തന്നെ ഒരു ലൈനും കൂടെ വന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഈ ട്രാൻസ്വേഴ്സൽ വന്ന് വീഴുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പഠിച്ച ഇത്രേ ഉള്ളായിരുന്നു. ഇവിടെ ഒരു 60 ഡിഗ്രി, ഇവിടെ ഒരു 120 ഡിഗ്രി, അപ്പോൾ ഇവിടെയും 120, ഇവിടെയും 60. ഇതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ മേളിൽ കിട്ടുന്ന അതേ പൊസിഷനിൽ തന്നെ, ഇപ്പോൾ ഇവിടെ 60 ആണ്, ഇവിടെ 60, 120, 120, 60, സെയിം പൊസിഷൻ തന്നെ അടിയിലേക്കും വരുക, സെയിം ആംഗിൾസ് തന്നെയാണ് അടിയിലേക്കും വരുന്നത്. ഇങ്ങനൊരു ഫിഗേഴ്സാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ ഈ ഫിഗർ ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, നമുക്ക് ഒരു ട്രയാങ്കിൾ വരും, എന്നിട്ടത് ഇങ്ങനൊരു ട്രയാങ്കിളും വരാം ചിലപ്പം. എന്നിട്ട് അവർ ചോദിക്കും ഈ ഒരു ആംഗിൾ തന്നിട്ട് ഈ ഒരു ആംഗിൾ എത്രയാ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് വരാനുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ടേംസ് നമ്മൾ ഇതുപോലെ, നമ്മൾ വെർട്ടിക്കലി ആംഗിൾസും പഠിച്ചു, ലീനിയർ പാർട്ട് പഠിച്ചു, അതുപോലെ നമ്മളൊരു റീസണിങ് ആയിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഫിഗറിൽ നിന്ന് പഠിക്കാനായിട്ട്. അതാണ് നമ്മൾ ഈ വർഷം മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് പറഞ്ഞ് പോകാം, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് കാര്യം ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സംഭവത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. എന്തുവാടാ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ്. എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നല്ലതാണ് കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരലൈൻ ട്രാൻസ്വേഴ്സിൽ വരാൻ നേരത്ത് ഇവിടെ വരുവാണ്, ഇവിടെ ടോപ്പിൽ ലെഫ്റ്റിൽ വന്നേക്കുവാണ്, ഇത് ടോപ്പല്ലേ, ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, ഓക്കെ, നമ്മളിതൊരു ഭാഗമായിട്ട് എടുക്കുവാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇത്രയും ഒരു ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ടോപ്പിൽ നമ്മൾ ലെഫ്റ്റിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എവിടെയാണ്, നമുക്ക് ഈ ഒരു ഭാഗത്തും എവിടെ തന്നെ ആയിരിക്കും വരുന്നത്, ഈ ഒരു ഭാഗം എടുക്കുവാണെങ്കിലും ഇവിടെയും ടോപ്പിൽ ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ടോപ്പിൽ ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആംഗിൾസിന് ഞാൻ ഷോർട്ടാക്കി ഒരു സാധനം പറയാം, സെയിം പൊസിഷൻ. എന്തുവാ, സെയിം പൊസിഷൻ ആയിരിക്കും. ഇത് മറക്കല്ല കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വെച്ചാൽ തന്നെ സെയിം പൊസിഷൻ ആയിരിക്കും. സെയിം പൊസിഷനിൽ വരുന്ന എല്ലാ ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ എങ്ങനെ വേണമെങ്കിലും വരാം. സെയിം പൊസിഷൻ ആയിക്കഴിഞ്ഞാൽ അതിന് എന്ത് പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വരും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ട്രയാങ്കിളൊക്കെ വന്നിട്ട് വേറൊരു ട്രയാങ്കിൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഇതിനകത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് എവിടെയാണ് വരുന്നത്, എനിക്ക് ഇവിടെ ഇത് രണ്ടും പാരലൈൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എവിടെയാണ് വരുന്നത്, ഈ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ ഇതായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, ഇത് രണ്ടും പാരലൈനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിഗറൊക്കെ കുറച്ച് ചരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് സെയിം സ്ഥലത്ത് വരുന്നത് അല്ലേ. ഇവിടെ വന്നു, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ വന്നു, ഇതും ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾസ്. സോ സെയിം ആയിട്ട് വരുന്ന സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെ നമ്മൾ എന്തെന്ന് പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം. ഇനി നമുക്ക് സെക്കൻഡ് ഒരു സാധനമുണ്ട്, എന്തുവാ, കറസ്പോണ്ടിങ്ങിന് നേരെ ഓപ്പോസിറ്റ്, അതിന് ഓപ്പോസിറ്റ് പൊസിഷനിൽ തന്നെ സെയിം സാധനം എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ. എന്തുവാടാ, ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതിൻ്റെ സംഭവം എന്തുവാ, ഓപ്പോസിറ്റ് പൊസിഷൻ. ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുന്നതിന് ഓപ്പോസിറ്റ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വരുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പം ഞാനൊരു പാരലൈൻ വരച്ചു, ഒരു ട്രാൻസ്വേഴ്സലും വരച്ചു എങ്കിൽ നോക്കിയേ ഇവിടെ ഇതിനെന്തുവാ പറയുന്നത്, ഞാനിപ്പോൾ ബോട്ടം ലെഫ്റ്റ് എന്ന് വിളിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാടാ, ഇത് നോക്കിയാൽ ഇവിടെ ടോപ്പാണല്ലേ, ടോപ്പിൽ റൈറ്റ് ആയിരിക്കും അല്ലേ. ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ ടോപ്പ് റൈറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആട്ടോ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പം ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്. നമുക്ക് പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം നോക്കിയേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ, ഇതിൻ്റെ മേളിൽ ഇവിടെ വരുവാണെങ്കിൽ എവിടെ വരും, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഏതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ
നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും അല്ലേ. നോക്കിയേ, ഇവിടെ ടോപ്പ് ലെഫ്റ്റ് ആണെങ്കിൽ ബോട്ടം റൈറ്റിലാണത് വരാൻ പോണത്. നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ. ഓക്കെ, നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് വിളിക്കും. ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഓൾട്ടർനേറ്റ് ആംഗിളിനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഒരു ഇസേർട്ട് ഷേപ്പ് വരുന്നുണ്ടല്ലേ, ഒരു ഇസേർട്ട് ഷേപ്പ് വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു ഷേപ്പ് വരുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഷേപ്പും അല്ലെങ്കിൽ ഒരു ഇസഡ് ഷേപ്പും വരുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് ആംഗിളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഫിഗർ വരാൻ നേരത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇസഡ് ഷേപ്പ് വന്നിട്ട് ഈ രണ്ട് ആംഗിൾസ് ഏതൊക്കെ, ഇത് രണ്ടും പാരലൈൻ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. ഇസഡ് ഷേപ്പിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. വൈ? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനി ഇസഡ് ഷേപ്പിനെ ഒരു ട്രയാങ്കിൾ ആക്കാം, ലൈക്ക് എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഇസഡ് ഷേപ്പ് ഇങ്ങനെ തലകുത്തി മറിഞ്ഞുള്ളൊരു ട്രയാങ്കിളൊക്കെ ഉണ്ട്. ആ ഒരു ട്രയാങ്കിളൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ ട്രയാങ്കിളാണെങ്കിൽ പോലും ഇസഡ് ഷേപ്പ് വരുന്നുണ്ട്. നോക്കിയേ, ഇസഡ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വരുന്നുണ്ടോ, വലിയൊരു ഇസഡ് കണ്ടോ ഇത്. സോ ഇങ്ങനത്തെ ഒരു ആംഗിൾ വരാൻ നേരത്ത് ഈ ഒരു ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിളാണ്, ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ. അങ്ങനെ ഇസഡ് ഷേപ്പ് രണ്ടാവും, ഇങ്ങനെ വരാം, ഇങ്ങനെയും വരാം. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ് അത് ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഫിഗർ കണ്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് സാധനം കൂടെ ഉള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ ഞാൻ പറയുവാണെങ്കിൽ ചേട്ടന്മാർ എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ എഴുതുവാണ് ഇൻറ്റീരിയർ ആംഗിൾ. നമുക്ക് ആദ്യമേ ഇൻറ്റീരിയർ ആംഗിൾസ് പഠിക്കാം. ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പം ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ തന്നെ അകത്ത് വരുന്ന ഇൻറ്റീരിയർ അല്ലേ. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്ത് വരുന്ന, എക്സ്റ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ആംഗിൾസ്. അപ്പം ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്തുവാന്ന് നമുക്ക് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ പാരലൈൻ, ഇത് നമ്മുടെ ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഇപ്പോൾ ഈ പാരലൈനിൽ ഞാൻ ഈ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് എടുക്കുവാന്ന് വെച്ചോ. പെട്ടെന്ന് മനസ്സിലാവാനാട്ടോ ഇങ്ങനെ പറയുന്നത്. ഈ എന്ന് വരാൻ നേരത്ത് തന്നെ ഈ അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല റിലേഷനുള്ള ആൾക്കാരാണ്. അവർക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് ഉള്ളിൽ വരുന്ന ആംഗിൾ നോക്കിയേ, ഉള്ളിലുമായിരിക്കും അടുത്തടുത്തുമായിരിക്കും. നോക്കിയേ കണ്ടോ, അടുത്തടുത്താണ് വന്നേക്കുന്നത്. പിന്നെ ഒരേ സൈഡിൽ വന്നു, അതുപോലെ തന്നെ ഉള്ളിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പം ഇതൊരു ഇൻറ്റീരിയർ ആംഗിളാണ്. പിന്നെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ആംഗിൾസ് ഉണ്ടല്ലേ, ഇതും ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ അല്ലേ? ഇൻറ്റീരിയർ ആംഗിൾസിന് ഞാൻ പറയുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം, നിയർ ബൈ ഇൻ ആംഗിൾസ്. ഓക്കെ, ഞാൻ ഷോർട്ടാക്കി ഇൻ ആംഗിൾസ് എന്ന് വിളിക്കുവാണ്. നിയർ ബൈ ഇൻ ആംഗിൾസ്, അടുത്തുള്ള ഇൻ ആംഗിൾസ്, അകത്ത് വരുന്ന നിയർ ആയിട്ട് വരുന്ന ഇൻ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ അല്ല, ദാറ്റ് ഈസ് സപ്ലിമെൻ്ററി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിരുന്നു സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുവാ? 180 കിട്ടുന്നതിനെ സപ്ലിമെൻ്ററി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആംഗിൾസ് എപ്പോഴും എന്താണ്? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തമ്മിലുള്ള സം എന്ന് പറയുന്നത് നമുക്ക് 180 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് ഞാനിവിടെ പറയുവാണ്, ഇതെന്ന് പറയുന്നത് 120 ആണെങ്കിൽ ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 180 120 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 60 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾസ് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സെയിം സാധനം തന്നെ, പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാടാ? നിയർ ബൈ ഔട്ട് ആംഗിൾ. ഓക്കെ, നിയർ ബൈ ഔട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പക്ഷേ പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ ഈ രണ്ട് ലൈൻ വരയ്ക്കുവാണ്, ഒരു ട്രാൻസ്വേഴ്സൽ വരയ്ക്കുവാണ്. ഇതൊരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോലും ഔട്ട് സൈഡ് വരുന്നത് എന്തുവാ? ഇതാണ്, പക്ഷേ സെയിം സൈഡിൽ വരും. നോക്കിയേ, രണ്ടുപേരും അടുത്താണ് അല്ലേ, അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഈ ഒരു വേലിക്കകത്ത് തന്നെ നിൽക്കുന്നത്, പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തോട്ടും ഇങ്ങനെ വരുന്നു അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. സെയിം തന്നെ എക്സ്റ്റീരിയർ ആംഗിൾസ് ആ സപ്ലിമെൻ്ററി, അതായത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 180 കിട്ടും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിയേ, അപ്പോൾ രണ്ട് പാരലൻസ് വരയ്ക്കുവാണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സൽ നമ്മുടെ ഇവിടെ എത്രയാണ്? ഒരു 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കുമടാ? ഇവിടെ 120 മൈനസ് 180 മൈനസ് 120, അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് 180 കിട്ടണം.
ഇനി അങ്ങനെയാണ് എങ്കിൽ ഇവിടെ 120 ആണ്, ഇവിടെ എത്രയായിരിക്കുമടാ? സെയിം സ്ഥലത്ത് വരുന്നത് ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും 120. റീസൺ എന്തുവാ? കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി ഇവിടെ 120 ആണ്, ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 120 ആയിരിക്കും. നമുക്ക് എന്ത് പറയാം? ഓൾട്ടർനേറ്റ് ആംഗിൾ, ഓപ്പോസിറ്റ്. ഇതിന് മേളിൽ ഇവിടെ അടിയിൽ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? ഇവിടെയും 120 തന്നെയാണ്. ഇനി നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയാം. കണ്ടോ, ഇവിടെ 2 ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് പറയണം? അത് ഓൾട്ടർനേറ്റ് ആംഗിളാന്ന് പറയണം. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും എഴുതാൻ പറ്റും, പക്ഷേ നിങ്ങൾ കണ്ടറിഞ്ഞ് എഴുതണം. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മൊത്തം ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. പക്ഷേ ഇത് ചാപ്റ്റർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതും ചാപ്റ്ററിൽ വരാൻ പോണ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പെട്ടെന്ന് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെറിയൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പാരലലോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്തുവാടാ? പേര് കേട്ടൊന്നും പേടിക്കണ്ട, ഇത്രേ ഉള്ളൂ. 2 ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലായിരിക്കും. എന്ന് വെച്ചാൽ 2 പാരലൽ സൈഡ്സ് ഉണ്ട്. ഇത് പാരലാണ്, ഇത് പാരലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാരലൈനായിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നോക്കിയേ, കണ്ടോ, ഇതൊരു ട്രാൻസ്വേഴ്സലല്ലേ? കണ്ടോ, പാരലൈൻ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ 2 ആംഗിൾസ് എന്തുവാടാ? ഈ 2 ആംഗിൾസ് എന്തുവാ? ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ആംഗിൾസ്, സെയിം സൈഡിലൊക്കെ വരുന്ന ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. എന്തുവാണ് പറയുന്നത്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തുവാണ്? 180 ആണല്ലേ? സം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആണ്. അപ്പം ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 60 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഇത് രണ്ടും പാരലൈനാണ്, ഇത് 2 പാരലൈനാണ്. ഇതൊരു ട്രാൻസ്വേഴ്സലാണെങ്കിൽ ഈ 2 ആംഗിളും എന്തോ വരുന്നത്? ഈ അടുത്ത് കിടക്കുന്ന ഈ 60യും ഈ കിടക്കുന്ന ആംഗിളും എന്തോ വരുന്നത്? അതും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? ഇവിടെ 120 ആണ്. എന്ന് വെച്ചാൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആ സപ്ലിമെൻ്ററി ആണ് അല്ലേ? ഇപ്പോൾ സെയിം അല്ല, സപ്ലിമെൻ്ററി ആണ്. സോ ഇവിടെ 120 കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 60 എന്ന് പറയാം. അപ്പോൾ ഈ പാരലോഗ്രാമിന് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി വേണമെങ്കിൽ എടുക്കാം. പാരലോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 120 ആണെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഇവിടെ 120 ആണെങ്കിൽ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഇവിടെയും 120 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഇവിടെയും 60 ആയിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് റീസണിങ് നമ്മൾ എന്ത് തന്നെ എഴുതുക? ഈ കോ ഇൻറ്റീരിയേഴ്സൊക്കെ വെച്ചിട്ട് റീസണിങ് എഴുതുക. പക്ഷേ എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് പാരലോഗ്രാം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് വരുന്ന ആംഗിൾസ് എന്തുമായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരലോഗ്രാമിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. ട്രയാങ്കിൾസിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ ചാപ്റ്റർ അങ്ങ് തീർക്കുവാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ട്രയാങ്കിൾ എടുക്കുവാണ്. ഓക്കെ, ഇങ്ങനൊരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ എത്ര ആംഗിൾ ഉണ്ടോ? 3 ആംഗിൾസ് അല്ലേ ഉള്ളത്? ഈ 3 ആംഗിൾസ് കണ്ടെത്തി. ഞാൻ ആംഗിൾ 1, 2, 3 കൊടുക്കുവാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 180 കിട്ടും. അതിനെ ഞാൻ പറയുന്നത് ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയാം. എന്തുവാടാ ആ പ്രോപ്പർട്ടിക്ക് എന്താ പറയുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടി. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ എടുക്കാം. ഇവിടെ 30, ഇവിടെ 90, ഇവിടെ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അവിടെ എത്രയായിരിക്കും? നമ്മൾ എന്ത് ചെയ്യണം? 30 പ്ലസ് 90 ചെയ്തിട്ട് ഈ ആൻസർ നമ്മൾ 180 അങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നോക്കിയാൽ ഒന്ന് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്തേ. 180 മൈനസ് 30 പ്ലസ് 90 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. മെളിത്തെ ആംഗിൾ എത്ര കിട്ടി? നമുക്ക് 60 കിട്ടി. കണ്ടോ, ഇത്ര ഉള്ളൂ സംഭവം. അപ്പം ആംഗിൾ സം പ്രോപ്പർട്ടിയും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ ട്രയാങ്കിളും പല പല ഷേപ്പ് വരാം കേട്ടോ. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയൊക്കെ തരാൻ പറ്റുമോ അവർ അങ്ങനെയൊക്കെ തരാം. പക്ഷേ ഈ സംഭവമൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക ഫിഗർ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ എന്തൊക്കെ വരാം? ഇങ്ങനൊരു സ്ക്വയർ വന്നിട്ട് വേണമെങ്കിൽ അവർ ചുമ്മാ ഇങ്ങനെ വല്ലതും വന്നിട്ട് ഇങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ തരാമല്ലോ. ലൈക്ക് മേ ബി ഇങ്ങനൊരു ബോക്സ് വരാം, എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ നോക്കുക ഏതൊക്കെ ലൈൻസാണോ പാരലൽ എന്ന് വരുന്നത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും പാരലാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക?
എന്തായിട്ട് എടുക്കുക? ഈ ട്രാൻസ്വേഴ്സൽ കുറേ ഉണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് ഇതൊരു ട്രാൻസ്വേഴ്സലാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ഏതൊക്കെ ആംഗിൾസാണ്. അപ്പോൾ ഇത് ഈക്വലാണ് അല്ലേ? സോ നമ്മൾ ഇതിനകത്ത് നിന്ന് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആൻസർ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. സോ ഇത്ര ഉള്ളി ചാപ്റ്റർ. സോ അങ്ങനെ നമ്മൾ ബാലൻസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ കമൻറ്റ് ചെയ്തതിൻ്റെ പുറകെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ആ കമൻറ്റിൽ തന്നെ ഞാൻ ആൻസർ ഇട്ട് തരാം. സോ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇനി ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഓരോരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഓരോരോ വീഡിയോ ചെയ്യാം. സോ താങ്ക് യു.